നവകേരള സദസ്സിന് ഇന്ന് സമാപനമാണ്. കോവളം, നേമം, കഴക്കൂട്ടം മണ്ഡലങ്ങളിലെ പര്യടനത്തിന് ശേഷം വൈകിട്ട് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലെ സദസ്സോടെ 37 ദിവസം നീണ്ടുനിന്ന സദസ്സിന് സമാപനമാകും. കഴിഞ്ഞ മാസം 17-ന് മഞ്ചേശ്വരത്ത് നിന്ന് സദസ്സ് തുടങ്ങുമ്പോൾ സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ളത് വാക്പോരായിരുന്നെങ്കിൽ യാത്ര സമാപിക്കുമ്പോൾ ഭരണ പ്രതിപക്ഷ മുന്നണി പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ഇന്ന് കനത്ത പ്രതിഷേധം ഉണ്ടാകാനാണ് സാധ്യത. ഐശ്വര്യ അനിൽ നവകേരള സദസ്സിന്റെ സമാപനം കഴിഞ്ഞ ദിവസങ്ങളിലും കണ്ടതാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പ്രതിപക്ഷം കടന്നിരിക്കുന്നു. പ്രതിപക്ഷത്തിന്റെ യുവജന സംഘടനകൾ ശക്തമായ രീതിയിലേക്ക് പ്രതിഷേധം കൊണ്ടുപോകുകയാണ് എന്നുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാക്കളും ഓരോരുത്തരായി വ്യക്തമാക്കിയിരിക്കുന്നത് അടിച്ചാൽ തിരിച്ചടിക്കും, നവകേരള സദസ്സ് കഴിഞ്ഞാലും ഞങ്ങൾ ഈ രക്ഷാപ്രവർത്തനം തുടരും എന്ന മട്ടിൽ പരിഹസിച്ചുകൊണ്ട് തന്നെ കെ മുരളീധരൻ അടക്കമുള്ളവർ ഇന്നലെ പറയുകയുണ്ടായി. അതായത് ഈ പ്രതിഷേധം മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെയുള്ള പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല. വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധം ശക്തമാക്കുമെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കിയതോടെ കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ഇപ്പോൾ വി അരുൺ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അരുൺ, നവകേരള സദസ്സ് സമാപനമാകുമ്പോൾ ഉയർത്തിവിടുന്ന വിഷയങ്ങൾ, പ്രതിപക്ഷ യുവജന സംഘടനകൾ തെരുവിൽ നടത്തുന്ന പ്രതിഷേധം, പോലീസ് അതിനെതിരെ സ്വീകരിക്കുന്ന നിലപാടുകൾ, ഒപ്പം ഭരണപക്ഷ യുവജന സംഘടനകളുമായി ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ, ഇതെല്ലാം സർക്കാർ ഈ വിഷയങ്ങളെ ഏത് രീതിയിൽ കാണുന്നു എന്നുള്ളൊരു സൂചന മുഖ്യമന്ത്രിയുടെ വാക്കുകളിലുണ്ടോ? ഒപ്പം തന്നെ കോടതി പെൻഷനുമായി ബന്ധപ്പെട്ട് മറിയക്കുട്ടിയുടെ പെൻഷൻ അടക്കമുള്ള വിഷയങ്ങളിൽ കോടതി ഉന്നയിച്ച പരാമർശങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ടും സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള സൂചനയാണ് പിണറായി വിജയന്റെ വാക്കുകളിലുള്ളത്. നവകേരള സദസ്സിന്റെ സമാപനത്തോട് അടുക്കുകയാണ്. ഇന്ന് വൈകുന്നേരം നവകേരള സദസ്സിന്റെ ഔദ്യോഗിക സമാപനം ഉണ്ടാകും. ഇതുവരെ നവകേരള സദസ്സിലുണ്ടായ ഒരു പ്രതികരണമാണ് പ്രധാനമായും മുഖ്യമന്ത്രി പറഞ്ഞത്. പിന്നെന്ന് സംസ്ഥാനത്ത് നടക്കാൻ പോകുന്ന വികസന പദ്ധതികൾ, സർക്കാർ ഇപ്പോൾ നടപ്പാക്കുന്ന വികസന പദ്ധതികളെയും മുഖ്യമന്ത്രി എണ്ണി പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇന്നലെ കൊച്ചിയിലെ പ്രതിഷേധത്തിനിടെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ ഷൂസ് എറിഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തിരുന്നു. അത് പൂർണ്ണമായും ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. അവിടെ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. പതിവ് മാധ്യമപ്രവർത്തകർ ചെയ്യുമ്പോൾ ഏതെങ്കിലും പ്രതിഷേധം റിപ്പോർട്ട് എത്തുകയായിരുന്നില്ല. അപ്പോൾ അതിനപ്പുറത്തേക്ക് അവിടെ ഗൂഢാലോചന നടന്നു എന്നതിന് പോലീസിന് തെളിവുണ്ട്. ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. മറിച്ച് തെളിയിക്കാൻ മാധ്യമപ്രവർത്തകർ തയ്യാറാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിവരം കിട്ടുന്നതും വാർത്ത നൽകുന്നതും റിപ്പോർട്ട് ചെയ്യാൻ അപ്പുറത്തേക്ക് ഇത്തരം ഗൂഢാലോചന പങ്കാളികളാകുമ്പോഴാണ് കേസെടുക്കുന്നത്. പോലീസിന് ഈ വിഷയത്തിൽ പൂർണ്ണ വിശ്വാസമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതായത് ഇന്നലെ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്ത് പൂർണ്ണമായും ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാത്രമല്ല, പ്രതിപക്ഷത്തിൻ്റെ കടുത്ത വിമർശനവും മുഖ്യമന്ത്രി ഉന്നയിച്ചു. എപ്പോഴും അടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണുള്ളത്. എന്നാൽ ഞാൻ സംയമനം പാലിക്കാണ് എപ്പോഴും പറയുന്നത്. ആദ്യം മുതൽ പ്രവർത്തകരോട് പ്രകോപനം ഉണ്ടാക്കരുതെന്ന് പറയുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷം എപ്പോഴും കലാപമുണ്ടാക്കാൻ, സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുന്ന വിമർശനമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത്. ഏതായാലും നവകേരള സദസ്സിൻ്റെ ആദ്യ പൊതുയോഗം അല്പസമയത്തിനകം കോവളം മണ്ഡലത്തിലെ വിഴിഞ്ഞത്ത് ആരംഭിക്കും. അതിനുശേഷം നേമം മണ്ഡലത്തിലെ പൂജപ്പുരയിലും കഴക്കൂട്ടത്തും, വൈകുന്നേരം തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ സംയുക്ത പൊതുയോഗം വട്ടിയൂർക്കാവ് പോളിടെക്നിക് ഗ്രൗണ്ടിലും നടക്കും. വലിയ പ്രതിഷേധം എല്ലായിടത്തും പ്രതിപക്ഷ കക്ഷികൾ ആഹ്വാനം നൽകിയിട്ടുണ്ട്. ഇന്ന് തലസ്ഥാനത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സമരവും നടക്കും. വിവിധ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി അഭിപ്രായങ്ങൾ പറഞ്ഞത് ഏത് രീതിയിൽ വ്യാഖ്യാനിക്കണം അരുൺ? പോലീസ് ചെയ്യുന്നത്, പോലീസിന്റെ പണിയെന്നടക്കമുള്ള വിഷയങ്ങൾ, മാധ്യമപ്രവർത്തകർക്കെതിരെ എടുത്ത കേസിന്റെ വിഷയങ്ങൾ, കോടതിയുടെ പരാമർശങ്ങൾ, അതായത് നവകേരള സദസ്സ് തുടങ്ങിയതിനു ശേഷം ഉയർന്നു വന്ന വിവിധ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി എടുത്തിരിക്കുന്ന ഒരു നിലപാടുണ്ട്. അത് പരിപൂർണമായിട്ടും ഇതുവരെ സർക്കാർ വൃത്തങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ, നിയമപാലന സംവിധാനങ്ങളെല്ലാം സ്വീകരിച്ചു വന്ന ആ നടപടികളെ പൂർണ്ണമായും ന്യായീകരിച്ചുകൊണ്ടുള്ളത് തന്നെയല്ലേ? തീർച്ചയായിട്ടും പ്രതിഷേധങ്ങളെ ആ അർത്ഥത്തിൽ തന്നെ കാണണം. അതായത് അക്രമ സംഭവങ്ങൾക്കെതിരെ മാത്രമാണ് നടപടി ഉണ്ടാകുന്നത്. പോലീസിൻ്റെ ഭാഗത്ത് ഒരു വീഴ്ചയും
വന്നിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. അതുതന്നെ അദ്ദേഹം തുടക്കം മുതൽ പറയുന്നത് പ്രകോപനമുണ്ടാക്കാൻ മനഃപൂർവ്വ ശ്രമങ്ങൾ, ബോധപൂർവ ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനെ മറികടന്നും പ്രവർത്തകരും അതുപോലെ തന്നെ പോലീസും സംയമനം പാലിച്ച് മുന്നോട്ട് പോകും. താനും സംയമനം പാലിക്കാനാണ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് അധികം സംഘർഷമുണ്ടാകാതെ പോകുന്നത്. ഇനിയും ഇത് തടയുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സംഘർഷത്തിനുള്ള കോപ്പുകൂട്ടുകയാണ് പ്രതിപക്ഷം എന്ന ആരോപണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിക്കുന്നത്. വി അരുൺ വിവരങ്ങൾ നൽകിയത്. പ്രസ് മീറ്റുമായി മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട്. ഒപ്പം ഇന്ന് നവകേരള സദസ്സ് സമാപിക്കുമ്പോൾ അതേത് രീതിയിലേക്കുള്ള സംഘർഷത്തിലേക്ക് ഭരണ പ്രതിപക്ഷ മുന്നണി പ്രവർത്തകർ മാറും എന്നുള്ളത് ഉറ്റുനോക്കേണ്ടിയിരിക്കുന്നു. ഐശ്വര്യ അനിലും നമുക്കൊപ്പം ചേരുന്നു. ഐശ്വര്യയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി വി അരുണിലേക്ക്. അരുൺ, വലിയ രീതിയിലുള്ള വിമർശനം ഈ വിഷയത്തിനകത്ത് ഉണ്ട്. ഭരണ പ്രതിപക്ഷ മുന്നണി പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷം തെരുവുകളിൽ സ്ഥിരമാകുമ്പോൾ പോലീസ് ഇടപെടുന്ന വിഷയത്തിനകത്തൊക്കെ എന്നുള്ള വിമർശനങ്ങൾ അത് സ്വാഭാവികമാണ് എന്നുള്ള ഒരു പ്രതികരണം കൂടിയാണോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അദ്ദേഹം പോലീസിനെ വിമർശിക്കുകയുണ്ടായോ? ഒരു ഘട്ടത്തിലും മുഖ്യമന്ത്രി പോലീസിനെ വിമർശിക്കുന്നതിന് മാത്രമല്ല, പോലീസിന് പൂർണ്ണ പിന്തുണയാണ് ഈ വിഷയങ്ങളിലൊക്കെ മുഖ്യമന്ത്രി നൽകുന്നത്. ക്രമസമാധാനം പാലന ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അത് മാത്രമാണ് ചെയ്യുന്നത്. മറ്റൊരു പ്രതിഷേധം ഉണ്ടാകുമ്പോഴും പൂർണ്ണമായും സംയമനം പാലിച്ചാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. ഇടതുമുന്നണി പ്രവർത്തകരെയും പേരെടുത്ത് പറഞ്ഞെങ്കിലും അങ്ങനെ അവരും സംയമനം പാലിക്കും. അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ കൂടുന്നിടത്ത് ഒന്നോ രണ്ടോ ആളുകൾ വന്ന് കരിങ്കൊടി വീശുമ്പോൾ അവർ ചിരിച്ചുകൊണ്ടല്ലേ നേരിടുന്നത്, അല്ലെങ്കിൽ എന്തുണ്ടാകുമെന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി തിരിച്ചുന്നയിച്ചത്.